നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ നന്നായി നടന്നാലും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവര് അതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സൂക്ഷിക്കേണ്ടത് നമ്മളാ. ബാ, ഡ്രസ് മാറാം. വേണ്ട. കാര്യമാക്കാനില്ല. വരുന്ന വഴിക്ക് ഒരു ചെറിയ അപകടം പറ്റിയതാ. വീണ പോട്ട് കുഴപ്പമില്ല, ശരിയാവുമ്മേ. കരയല്ലേ കരയല്ലേ. കൈക്ക് ഫ്രാക്ചർ വല്ലതും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജയശങ്കർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. മോളെ സാരമില്ല കേട്ടോ. ഭാഗ്യം എന്നെ അന്വേഷിച്ചല്ല. ഞങ്ങളൊരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാണാതായ ഒരു കുട്ടിയെ. ആ കുട്ടി ഇവിടെ ആർക്കെങ്കിലും പരിചയമുണ്ടോ നോക്കണം. മോളെ നീ വന്നേ നോക്കട്ടെ. എടാ സൂക്ഷിച്ച് സൂക്ഷിച്ച്. മോളെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. മോളെ എന്തിനാ മോൾ ഒറ്റയ്ക്ക് പോന്നേ? കൊണ്ടുപോരാൻ വരികയായിരുന്നില്ലേ? അല്ല ആ വണ്ടി ഏതാ? അല്ല ഇനി മനഃപൂർവ്വം കാണും. അല്ല ശത്രുക്കൾ ഒരുപാടുള്ളതാണേ. സാധ്യതയില്ല. പിന്നെ മോള് കാറ് വരുന്നത് ശ്രദ്ധിക്കാതെയാ റോഡ് ക്രോസ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലടാ, പപ്പി മോളെ വിടുന്നതിന് 10 മിനിറ്റ് മുമ്പ് നീ ആ ഗേറ്റിന് മുമ്പിൽ ഉണ്ടാവണമെന്ന്. ഒറ്റയ്ക്ക് വന്ന് ശീലിക്കാനുള്ള പ്രായമൊന്നുമല്ലോ. പറഞ്ഞോട്ട് മനസ്സിലാവത്തൂല്ല. ജയശങ്കറെ ഇരിക്കേട്ടോ. പൊന്നി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഒന്നും വേണ്ട. മോളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സനുവദിച്ചില്ല. പിന്നെ കൈ ചെറുതായിട്ടൊന്ന് ഉറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേദന കാണും. അതാ ഞാനും കൂടെ പോന്നേ. ജയശങ്കർ എവിടെയാ താമസം? ഇവിടെ അടുത്ത് തന്നെയാ. എന്റെ നാട് കുറച്ച് ദൂരെയാ. സത്യം പറഞ്ഞ എന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടാ പെൺകുട്ടിയെ കണ്ടു കിട്ടിയോ? ഇല്ല. പക്ഷേ അധികം നാള് അവക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. മോളെ മോളെ കൊണ്ടുവന്നാക്കിയതിന് അങ്കിള് താങ്ക്സ് പറയും. വെൽക്കം മോളെ. ഇപ്പോഴത്തെ കാലത്തെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണി കാണാൻ പോലും കിട്ടത്തില്ല. വഴിയിൽ അപകടം പറ്റി ആരെല്ലാം കിടന്ന മുഖം തിരിച്ചു പോകുന്നവരാ കൂട്ടത്തിൽ അധികം പേരും. ജയശങ്കർ അതിനൊരു അപമാനമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ്. ഹലോ. ഞാൻ ഉടനെ എത്താം. ഒരു അർജന്റ് കാര്യമുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ ഈ വഴി വരുമ്പോഴൊന്ന് കേറ്. തീർച്ചയായും. ശരി, ആയിക്കോട്ടെ. പോവാം. മോളെ സാരമില്ല കേട്ടോ. വേദനയുണ്ടോ? കുറച്ച്. അത് മാറിക്കോളൂ. വാ, നമുക്ക് ഡ്രസ്സ് മാറാം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ റോഡിലൂടെ നടക്കുമ്പോ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ചുറ്റും വണ്ടി വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. നമ്മൾ നന്നായി നടന്നാലും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവര് അതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സൂക്ഷിക്കേണ്ടത് നമ്മളാ. ബാ, ഡ്രസ് മാറാം. വേണ്ട. നീ ഇവിടെ വന്നിരിക്കുന്നതേ നിന്റെ അനിയത്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഇവിടെ കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. പൊന്നി മോളെ കൊണ്ടുപോ. അവള് സ്വന്തം കൂടപ്പിറപ്പിന്റെ മോളാ. അതിനൊക്കെ ഓർമ്മ വേണം.
അങ്ങനെ ഒരു ബന്ധം നമ്മൾ എന്നെ ഉപേക്ഷിച്ച രാഘവേട്ട. പൊന്നി എങ്ങോട്ട് വന്നേ, മോളെ കൊണ്ടുപോ. മോളെ ചെല്ല്, വാ മോളെ. കാര്യങ്ങളെ നോക്കിക്കോണേ. നോക്കി സൂക്ഷി. ശ്യാമയെ നോക്കുന്ന ഹോം നഴ്സ്, അത് മാത്ര ഇന്ന് നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം. മോളെ ശ്യാമയെ നോക്കുന്ന ഹോം നഴ്സ്, അത് മാത്ര ഇന്ന് നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം. കുഞ്ഞെ, അയ്യോ പൊന്നേച്ചി, എന്റെ മോൾക്ക് എന്താ പറ്റിയ? എന്ത് പറ്റി മോളെ? പറ മോളെ, എന്താ ഉണ്ടായ? കരയാതെ കാര്യം പറ. മോളുടെ കൈക്ക് എന്താ പറ്റി? നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല മോളെ. പൊന്നേച്ചി, പൊന്നേച്ചി മോൾക്ക് എന്താ പറ്റിയേ? സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ. അയ്യോ, ചെറുതായിട്ടൊന്ന് ഏശിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ബർത്ത്ഡേക്ക് അന്നിവിടെ വന്നില്ലേ ഒരാള്, അയാൾ വന്ന് മോളെ രക്ഷിച്ചു. ഈശ്വര, ഇനി എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? മോളെ, വേറെ എവിടെയെങ്കിലും മുറിവുണ്ടോ മോളെ? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ആരും കേട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വേദനിക്കുന്നുണ്ടോ മോളെ? നല്ല വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഇവളിങ്ങനെ കരയില്ല. പൊന്നേച്ചി, നമുക്ക് മോളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? വണ്ടി ഇടിച്ചപ്പോ തല തട്ടുവോ മുട്ടുവോ ചെയ്തെങ്കിൽ കുഞ്ഞിനത് കേടായി തീരും. അതാ. അയ്യോ കുഞ്ഞെ, അത് ചേച്ചി എന്താ ഇങ്ങനെ വീഴ്ച നിൽക്കുന്നേ? മോളെ കൊണ്ടുപോയി സ്കാനിങ് മറ്റെന്ത് വേണമെന്ന് വെച്ചാ ചെയ്യാം. ചേച്ചി ഒന്ന് വാ ചേച്ചി. പോവാ മോളെ, നമുക്കേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.